നമുക്കിന്നൊരു പപ്പടം താളിച്ചതുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പപ്പടം ചെറുതായിട്ട് മുറിച്ചെടുക്കണം. നമുക്കിതിലേക്ക് ആവശ്യമായ 2 സവാള, 2 തക്കാളി, 3 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കാൻ വയ്ക്കാം. ചൂടായി വന്ന ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പടം കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കണം. പപ്പടമെല്ലാം നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പടം താളിക്കാൻ വേണ്ടി ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ഇട്ട് കൊടുത്ത് നല്ല കണക്ക് താളിക്കാം. ഇവയെല്ലാം നന്നായി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇവ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്പം ഉപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന പപ്പടം അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി അടച്ചു വയ്ക്കുക. അടപ്പ് തുറന്ന് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കുക. അങ്ങനെ നമ്മുടെ പപ്പടം താളിച്ചത് റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.